കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി വന്നപ്പോൾ മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? ആ തലമുറയിലുണ്ടായിരുന്നവർ ലോട്ടറി അടിച്ച പോലെയാണ്. മനുഷ്യനായി വന്ന ദൈവത്തെ കാണാൻ, തൊടാൻ, അവൻ്റെ കൂടെ പാർക്കാൻ, അവൻ്റെ കൂടെ ഭക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ചവർ. അതുകൊണ്ട് യോഹന്നാൻ മാറത്ത് ചാരിക്കിടന്നവൻ, അവൻ പിന്നീട് പറഞ്ഞു, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം. ജീവൻ ഏദൻ തോട്ടത്തിൽ മനുഷ്യന് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടു പോയ ജീവൻ, അത് തിരികെ തരാനാണ് യേശു വന്നത്. പിതാവേ ഏകസത്യ ദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അറിയുക എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയുക. ഈ സമാധാനം ഒരുത്തൻ്റെ മേൽ വരുമ്പോഴാണ് അവൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുന്നത്. സമാധാനത്തിലൊരു ദൂത് പറഞ്ഞ് ആർക്കും പിടക്കമില്ല. മാത്രമല്ല, എല്ലാവരും ദൈവത്തിൻ്റെ നീതിമാന്മാരായി പുറപ്പെട്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോകും. സമാധാനത്തിലൊന്ന് ജോലി ചെയ്ത് നോക്കി. അത് പറയില്ല, അങ്ങനെ ഒരു അന്തരീക്ഷമല്ല, വേണ്ട, നിൻ്റെ അകത്തുണ്ടോയെന്നാണ് ചോദ്യം. ദൈവത്തെ അറിഞ്ഞ ബോണഗനായ നിൻ്റെ അകത്ത് ഈ സമാധാനമുണ്ടോയെന്നാണ് ചോദ്യം. ഉണ്ടെങ്കിൽ അതാണ് മാറ്റം വരുത്തുന്നത്. ജീവിത വിജയം, കുടുംബജീവിത വിജയം, ജോലിയിലെ ഉന്നത സ്ഥാനം, അത് നിർവഹിക്കാൻ വേണ്ട കഴിവ്, വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതികം, സകലിടത്തും ചലിക്കുന്നത് ദൈവജീവനാണ്. രാഷ്ട്രീയത്തിൽ, ഭരണമാറ്റങ്ങളിൽ, ആധിപത്യങ്ങളിൽ സ്വർഗം അറിയാതെ വല്ല അധികാരമുണ്ടോ? സ്വർഗത്താലല്ലാതെ വല്ല നിയമനമുണ്ടോ? പക്ഷെ അതിൻ്റെ തുടക്കം എവിടുന്ന? നിന്റെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ സൂക്ഷിച്ചു കൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു. കണ്ടോ? ചിന്തകൾ, ജഡത്തിൻ്റെ ചിന്ത, ആത്മാവിൻ്റെ ചിന്ത. ജഡസ്വഭാവമുള്ളവർ ആത്മസ്വഭാവമുള്ളവർ. നമ്മൾ ഈസിയായിട്ട് പറയും ജഡസ്വഭാവമുള്ളവർ, അത് സിനിമ കാണുന്നവർ, ലോകപ്രകാരം പോകുന്നവർ. അത് മാത്രമാണോ? ഒരു ബഹളവും ഇല്ലാത്തൊരു ബ്രദറുണ്ട് സഭയിൽ. നമ്മളെന്ത് പറഞ്ഞാലും തിരിച്ചു പറയത്തില്ല. അവൻ ആത്മീയനാണോ? അവൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിൻ്റെ ഉള്ളിൽ. അവൻ അപകടകാരിയാണ്. അവൻ ശബ്ദം അകത്തുനിന്ന് വരുന്നതാണ്. എന്ത് പറയുമ്പോഴും അകത്തുനിന്നൊരു ശബ്ദം. ആ ശബ്ദത്തിൻ്റെ വിഷയമാണ് ഇവിടെ പറയുന്നത് ജഡത്തിൻ്റെ ചിന്ത. അതിനെ ഒരുത്തൻ കൺട്രോൾ ചെയ്യുമ്പോഴാണ് ആത്മാവിൻ്റെ ചിന്ത വരുന്നത്. ന്യൂസ് കണ്ടാൽ മതി. ന്യൂസ് കാണണ്ടേ, കാര്യം തെറ്റല്ല. പക്ഷെ ന്യൂസ് കണ്ടാൽ, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ, വാർത്തകൾ കേട്ടാൽ, അത് പിന്നെ നിന്നെ ചിന്തയായി രൂപപ്പെടുമ്പോൾ മറ്റേ ഉറവ് അടഞ്ഞാൽ ഇത് പോയി. പിന്നെ നീ ജഡികനായി. അത് നിന്നെ മരണത്തിലാണ് കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞാൽ സ്തോത്രം പറഞ്ഞിട്ട് പഴയ പോലെ ഒരു പവറില്ല ബ്രദറെ. അന്യഭാഷ പറയാൻ പറ്റുകയില്ല. കാരണം സ്തുതിയുടെ ഉറവ് അടഞ്ഞു പോയി. ആത്മാവിൻ്റെ ചിന്ത ബ്ലോക്കായി. അപ്പോൾ ഈ ജഡശരീരം എന്ന് പറയുന്നതാണ് അകത്തുള്ളതാണ്. അപ്പോൾ അകത്തൊരു ജഡശരീരമുണ്ട്, അകത്തൊരു ജഡ മനസ്സുണ്ട്. അതിനെ ഒരുത്തൻ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യപ്പെടാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രാർത്ഥന ദീർഘമാകുമ്പോൾ, ഉപവാസം റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇതാണ്. അപ്പോസ്തലന്മാർക്ക് പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. മുൻകൂർ പറഞ്ഞിട്ടുണ്ട് അവരോട്, ഇന്ന പ്രതിസന്ധി വരാൻ പോകണമെന്ന്. മാറിപ്പോകാൻ പ്രാർത്ഥിക്കാനല്ല, ആ സാഹചര്യത്തിൽ നീ ചെല്ലുമ്പോൾ നിനക്ക് ജഡചിന്ത വരാതിരിക്കാനാണ്. തല്ല് വരും, കാരാഗൃഹം വരും എന്ന് അറിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട്. കാരാഗൃഹത്തിനകത്ത് കിടന്ന ഒരു പാട്ട് പാടിയിട്ടുണ്ട്. കാരണം അവരുടെ ജഡമനസ്സ് ഉണർത്തപ്പെട്ടില്ല. നിന്നെ കെട്ടിയിടും, നിന്നെ കൊല്ലും അങ്ങോട്ട് പോയാൽ എന്ന് ദൂത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോയി. കാരണം ആത്മമനുഷ്യനായിരുന്നു. ഇടത്തിന് ഇടം കൊടുത്തില്ല. ഒറ്റ ദിവസം കൊണ്ടല്ല നടക്കുന്നത്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തുടങ്ങാൻ പറ്റും. ഇന്ന് തുടങ്ങാൻ പറ്റും. പ്രാർത്ഥനാമുറിയിൽ
ഈ വചനം ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കർത്താവേ, എനിക്കൊരു ആത്മമനുഷ്യനെ പോലെ ചിന്തിക്കണം. ഭയപ്പെട്ടും ടെൻഷനടിച്ചും അനർത്ഥം വരുമെന്ന് പേടിച്ചും കുഞ്ഞുങ്ങളെ ഭാവി എന്താകുമെന്ന് വിചാരപ്പെട്ടും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളിൽ സഭയുടെ സ്ഥിതി എന്താകുമെന്നോർത്ത് വേവലാതിപ്പെടാനുമല്ല നിന്നെ ഏൽപ്പിച്ച നിയോഗത്തിലേക്ക് കടക്കാൻ. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാൻ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവനായിരിക്കാൻ, സാഹചര്യങ്ങളിൽ എല്ലാ പ്രശ്നങ്ങളുടെ അപ്പുറത്ത് കർത്താവ് നിൽക്കുന്നത് കണ്ട് ധൈര്യത്തോടെ വാഗ്ദത്തത്തിലേക്ക് കടക്കാൻ സ്വർഗം നിന്നെ വിളിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആമേൻ.